ത്തേക്ക് നമുക്കൊരു ആദ്യ ട്രെൻഡൊക്കെ അറിയാൻ കഴിയും. രാവിലെ 7 മണിക്ക് തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. എല്ലാ കാര്യങ്ങളും, അതായത് ഈ പൂട്ട് തുറക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും, സ്ട്രോങ് റൂം തുറന്ന് പുറത്തേക്ക് ഈ EVM മെഷീനുകൾ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വീഡിയോയിൽ ചിത്രീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഒരു സ്ഥലത്ത് 14 ടേബിളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഓരോ റൗണ്ട് വീതം എണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദ്യം തപാൽ വോട്ടുകളായിരിക്കും എണ്ണുക, അത് കഴിഞ്ഞായിരിക്കും EVMലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 15,000-ഓളം ഉദ്യോഗസ്ഥരെയാണ് കൃത്യമായ പരിശീലനം നൽകി സംസ്ഥാനത്തെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. എടുത്തു പറയുന്ന കാര്യം, കേന്ദ്രസേനയുടെ സായുധ സംഘത്തിൻ്റെ സുരക്ഷയിലാണ് സ്ട്രോങ് റൂമുകളുള്ളത്. പല സ്ഥലങ്ങളിലും ഈ ആശങ്കകൾ UDFൻ്റെ അടക്കം നേതാക്കന്മാർ പങ്കുവച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. BJP നേതാക്കൾ ആശങ്ക പങ്കുവച്ച സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളൊക്കെ വലിയ തരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ 3 മുന്നണികളും വെച്ച് പുലർത്തുന്നത്. അതിൽ തന്നെ UDF ക്യാമ്പ് നേരത്തെ 80-നും 85-നും ഇടയിൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതിന് ശേഷം ഒരു തരംഗം UDFന് അനുകൂലമായി ആഞ്ഞടിക്കും. അത് 90-ന് മുകളിൽ സീറ്റുകളിലേക്ക് UDFനെ എത്തിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് UDF ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരുക്കങ്ങൾ, വിപുലമായ ഒരുക്കങ്ങൾ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലടക്കം നടക്കുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം ഇന്ദിരാഭവനിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി പുരോഗമിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ധർമ്മടത്താണ്. മറ്റ് എത്ര ആളുകൾ, എത്ര മുതിർന്ന നേതാക്കൾ AKG സെൻറ്ററിൽ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ അവർ 76 സീറ്റുകൾ നേടി അധികാര തുടർച്ചയിലേക്ക് എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് ക്യാമ്പും അങ്ങനെ തന്നെ തുടരുകയാണ്. BJP ആകട്ടെ മുൻപ് പറഞ്ഞിരുന്ന 4 മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് 7 മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് സ്വാധീനമുണ്ടാക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് നേമവും കഴക്കൂട്ടവും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ചാത്തന്നൂരും തിരുവല്ലയിലും അതോടൊപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരിലും മഞ്ചേശ്വരത്തും വിജയം ഉറപ്പ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് നേതാക്കളൊക്കെ എത്തുകയാണ്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. വലിയ ത്രികോണ പോരാട്ടമാണ് നടന്നത്. അവിടെ 7 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. എന്തായാലും ഇങ്ങനെ ഇപ്പോഴും ആത്മവിശ്വാസത്തിന് മുന്നണികൾക്കൊന്നും തെല്ലും കുറവില്ല. അതിനിടയിലാണ് നാളെ വോട്ടെണ്ണലിലേക്ക് കേരളം മിഴുതുറക്കുന്നത്. അവിടെ ആരെ തുണയ്ക്കും വോട്ടിംഗ് മെഷീനുകൾ, ആ ഫലം ആർക്ക് അനുകൂലമാകും എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിലാണ് ഓരോ മുന്നണികളും നേതാക്കളും പ്രവർത്തകരും. ഡാൻ, ഒരു കാര്യം കൂടി, ഈ തെക്കൻ കേരളത്തിന്റെ വിധി എന്ത് എന്നുള്ളത് വളരെ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം അറിയാൻ മണിക്കൂറുകൾ മാത്രമാണെങ്കിൽ പോലും ഈ മുന്നണികളുടെ ഒരു അവസാന സമയങ്ങളിലെ പ്രതീക്ഷ എന്താണ്? പ്രത്യേകിച്ചും BJP ഉൾപ്പെടെ വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങൾ അത് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ഇനി മാത്രമല്ല കൊല്ലത്ത് LDFന്റെ ഒരു പ്രകടനം എന്തായിരിക്കും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷകളെ, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് നമുക്ക് എടുത്തു പറഞ്ഞാൽ നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് UDFനുള്ളത്. അത് കോവളമാണ്. ബാക്കി 13 സീറ്റുകളിലും LDF ആണുള്ളത്. പക്ഷേ ഇത്തവണ ആ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടാകുമെന്നും ഏറ്റവും കുറഞ്ഞത്, അതായത് ഉറപ്പായും ജയിക്കുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്ന 5 സീറ്റുകളുണ്ട്. അതിൽ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കോവളമുണ്ട്, പിന്നീട് കഴിഞ്ഞ തവണ നഷ്ടമായ അരുവിക്കരയുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്, കാട്ടാക്കടയുണ്ട്. ഈ 5 സീറ്റുകൾ ഉറപ്പായും വിജയിക്കുമെന്നാണ് AICC നിരീക്ഷക സംഘത്തിൻ്റെ അടക്കം വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വട്ടിയൂർക്കാവുണ്ട്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ഒരു കൃത്യമായ എഡ്ജിലേക്ക് K മുരളീധരൻ എത്തും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും നേതൃത്വം വെച്ച് പുലർത്തുന്നത്. സമാനമായ തരത്തിൽ തന്നെ വാമനപുരത്തും വലിയ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ അവിടെ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആശങ്ക AICC നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു കൃത്യമായ, അതായത് ഉറപ്പായും ജയിക്കുമെന്ന പട്ടികയിലേക്ക് വാമനപുരം ഉൾപ്പെടാതെ പോയത്. അതായത് ഒരു 8-6 എന്ന തരത്തിലേക്കായിരിക്കും ഇവിടുത്തെ ഫലം മാറുകയെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് UDFൻ്റെയും LDFൻ്റെയും ഒക്കെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല. നേമത്തും അതോടൊപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് V മുരളീധരനും ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം അത്രമാത്രം
പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചു നടന്ന പ്രചാരണം അത് ഫലം കാണും. നേമത്ത് ഒരിക്കൽ അക്കൗണ്ട് തുറന്നതാണ്, പിന്നീട് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയിലൂടെ ആ അക്കൗണ്ട് പൂട്ടി. ഇത്തവണ വീണ്ടും വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന് വലിയൊരു വിജയം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി ക്യാമ്പ് മുഴുവൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന മണിക്കൂറിലും ആത്മവിശ്വാസം ഇരട്ടിക്കുന്നത്. അതേ സാഹചര്യം തന്നെ കഴക്കൂട്ടത്തും നിലനിൽക്കുന്നു. ശരത്ചന്ദ്ര പ്രസാദ് UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും അവിടെ ആര് ജയിക്കണം. കടകംപള്ളി തുടരുമോ അതോ വി മുരളീധരൻ ജയിക്കുമോ, അതോ ശരത്ചന്ദ്ര പ്രസാദിന് ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായി ഒരു വിജയക്കൊടി പാറിക്കാൻ കഴിയുമോ എന്നതിലൊക്കെ നിർണായകമായി മാറുക. ഇങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രതീക്ഷകൾ. കൊല്ലത്തും നമുക്കറിയാം PC വിഷ്ണുനാഥും CR മഹേഷുമാണ് നിലവിൽ കൊല്ലത്ത് നിന്നുള്ള കോൺഗ്രസിൻ്റെ MLA മാർ. അവർ അതിനപ്പുറത്തേക്ക് ബിന്ദു കൃഷ്ണ അടക്കം ഇത്തവണ വിജയിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെയെങ്കിൽ UDF അധികാരത്തിലെത്തുന്ന സാഹചര്യം വന്നാൽ ബിന്ദു കൃഷ്ണ മന്ത്രിയാകുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വരെ, വനിതാ മുഖമായി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചാരണം വരെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കൊട്ടാരക്കരയടക്കം ഏത് തരത്തിലായിരിക്കും ഫലം? വലിയ തരത്തിലുള്ള ശക്തമായ വാശിയേറിയ മത്സരമാണ് കൊട്ടാരക്കരയിലടക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലവും അത്ര കണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. പക്ഷേ പ്രതീക്ഷയ്ക്കൊട്ടും കുറവില്ല LDF-നും. കഴിഞ്ഞ തവണത്തെ നില കുറച്ചെന്ന് പരിങ്ങിയാൽ പോലും വലിയ തരത്തിലുള്ള കാര്യമായ പരിക്ക് കൊല്ലത്തുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത്. അതേസമയം ചാത്തന്നൂരിൽ ജയിച്ചു കയറാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പും ഉള്ളത്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒരു പൊതുചിത്രം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.